നമസ്കാരം. നിങ്ങൾ ഈ വീഡിയോ കണ്ടോ? ആ വനിതാ പോലീസിന്റെ ഏത് ഭാഗത്തേക്കാണ് അവന്റെ കൈയൊക്കെ പോകുന്നതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരല്പം പോലും നാണമുണ്ട് അവനൊക്കെ. ഇത്രയും പബ്ലിക്കിന്റെ മുമ്പിൽ വെച്ച്, ഇത്രയും മീഡിയക്കാരും ആൾക്കാരും കൂടി നിൽക്കുന്ന ഇടത്ത് വെച്ച് ഈ ഉടുമ്പൊക്കെ പിടിക്കുന്ന പോലെ ഒരു നാണം പോലും ഇല്ലാണ്ട് അങ്ങ് കയറി പിടിച്ചിരിക്കുക. ഇവൻ പ്രതിഷേധിക്കാൻ വന്നതാണ്. പ്രതിഷേധിക്കാൻ വന്നവന്റെ യഥാർത്ഥ കയ്യിലിരിപ്പാണ് നമ്മൾ കണ്ടത്. ഇത്രയും ആൾക്കാരും ഇത്രയും പോലീസുകാരും മീഡിയയും എല്ലാം കൂടി നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നിവാസം കാണിക്കും ഇവൻ്റെയൊക്കെ ഒരു ധൈര്യം. ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഒരു സ്ത്രീയോട്, അതൊരു സാധാരണ സ്ത്രീയല്ല, ഒരു യൂണിഫോം ഇട്ട പോലീസ് ഉദ്യോഗസ്ഥയോടാണ് ഈ കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇവന് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? ഇവൻ എന്തൊക്കെ കാട്ടിക്കൂട്ടും? ഇവനൊക്കെയാണ് നാട് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് പാലക്കാടാണ്. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിന്റെ വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മന്ത്രി ഗണേഷ് കുമാർ എത്തിയിരുന്നു. പുള്ളിയെ തടഞ്ഞു നിർത്തി കരിങ്കൊടി കാണിക്കാൻ വേണ്ടി ഒരു പറ്റം BJP പ്രവർത്തകർ കൊടിയും തൂക്കി ഇറങ്ങിയിരുന്നു. ആ പ്രവർത്തകരിൽ ഒരുത്തന്റെ കയ്യിലിരിപ്പാണ് നിങ്ങൾ ഈ കണ്ടത്. ഇവനൊക്കെ പ്രതിഷേധിക്കാൻ വന്നതാണോ അതോ സ്ത്രീകളെ കയറി പിടിക്കാൻ വന്നതാണോ? സ്ത്രീയോട് ഒരു ബഹുമാനം പോലും ഇല്ലാത്ത, അവരൊരു വനിതാ പോലീസ് ആണെന്നൊരു ബോധം പോലും ഇല്ലാത്ത ഇവനൊക്കെയാണ് കൊടിയും തൂക്കി പ്രതിഷേധിക്കാൻ ഇറങ്ങിയത്. ഇത്രയും തിരക്കിന്റെ ഇടയിൽ അബദ്ധത്തിൽ കയറി പിടിച്ചതാണെങ്കിൽ പോട്ടെ, പക്ഷെ ഇത് അബദ്ധത്തിൽ കയറി പിടിച്ചതല്ല, മനഃപൂർവ്വം കയറി പിടിച്ചതാണ്. അവന്റെയൊക്കെ തൻ്റെ ഇടം കാണിച്ചതാകും, അല്ലാതെ എന്ത്. ഇതിന്റെ ഒരു രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഇവനൊക്കെ എന്തിനാ വന്നതെന്ന് പോലും ഇവനൊന്നും അറിയില്ല. ചുമ്മാ രാവിലെ ഒരു കൊടിയും നോക്കി ഇറങ്ങിയിരിക്കുക പ്രതിഷേധിക്കാൻ. ഇതുപോലുള്ള പ്രതിഷേധം കൊണ്ട് നമുക്ക് നാട്ടിലുള്ളവർക്ക് വല്ല പ്രയോജനമുണ്ടോ? ഒന്നും തന്നെ ഇല്ല. പണ്ടത്തെ സമരം എന്നൊക്കെ പറഞ്ഞാൽ റിയൽ ആയിരുന്നു, അതൊക്കെ ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. പക്ഷെ ഇന്ന് ഒരു ജെന്യുവൻ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി ഇവരൊന്നും പ്രതിഷേധിക്കാറും പ്രതികരിക്കാറും ഒന്നുമില്ല. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയാണ് കൊടിയും തൂക്കി ഇറങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ഈ പ്രതിഷേധിക്കാൻ വന്ന ഒരാളെ മന്ത്രി ഗണേഷ് കുമാർ അടുത്തേക്ക് വിളിച്ച് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഈ ചോദ്യങ്ങൾക്കൊന്നും ഇവർക്കൊരു ഉത്തരവും പറയാനില്ല എന്നാണ് രസകരമായ കാര്യം. ഈ വീഡിയോ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിഷേധിക്കാൻ വന്നവന്റെ ഒരുത്തന്റെ കയ്യിലിപ്പ് കാരണം ബാക്കിയുള്ളവർക്കും കൂടി നാണക്കേടായിരിക്കുകയാണ്. പക്ഷെ ഒരാൾ ചെയ്ത തെറ്റിന് എല്ലാവരും കുറ്റക്കാരാക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷെ ഇവരെല്ലാം 90% ആൾക്കാരും ഇതുപോലെയൊക്കെ തന്നെയാണ്. ഇതിലെല്ലാവരും മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. സമൂഹത്തിൽ നന്മ ചെയ്യുന്നവരും ഉണ്ട്, നല്ല കാര്യങ്ങളും സ്ത്രീകളെ ബഹുമാനിക്കുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷെ ഭൂരിഭാഗവും ഇങ്ങനെയാണ്. പേരോ നാട് നന്നാവാൻ. എന്നിട്ടോ നാട് നന്നാവുന്നുണ്ടോ? അതും ഇല്ല. രാവിലെ അങ്ങ് കൊടിയും തൂക്കി പിടിച്ചങ്ങ് ഇറങ്ങും. ബാക്കിയുള്ളവർക്ക് ഉപദ്രവം മാത്രമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് എന്ത് കാര്യത്തിനാണ് പ്രതിഷേധിക്കുന്നത് എന്നെങ്കിലും അറിഞ്ഞിട്ട് പോ. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം ഇവരൊക്കെ മാളത്തിൽ കയറിയിരിക്കും. അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണെങ്കിലും ഇവർക്കൊക്കെ ഭയങ്കര ഉത്സാഹമാണ്.